ഹായ് ഹലോ, ദിസ് ഇസ് ടി ഡയറീസ് ഹിയർ. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര വിശപ്പൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ബട്ടർ ചിക്കൻ്റെ ഈസി റെസിപ്പി കണ്ടാലോ? അപ്പോൾ എന്നെ പോലുള്ള മടിച്ചേക്ക് പ്രത്യേകം ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആദ്യം നമുക്കൊരു 250 grams ഓഫ് ചിക്കൻ വേണം. അതിലോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 30 minutes അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഷാളോ ഫ്രൈ മതി. അത് കഴിഞ്ഞ് നമുക്ക് കറിയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ഇവിടെ 2 വട്ടമായിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമുക്കിനി ഇതിന് വേണ്ടുന്ന ഗ്രേവിയാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതേ കടായിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്ത ശേഷം നമുക്ക് അതിലോട്ട് ഒരു 2 സവാള അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം സവാള ഒന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ബ്രൗൺ നിറമായതിനു ശേഷം കുറച്ച് ഒരു 1, 2, 3 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഇതിൻ്റെ ഒരു ബട്ടർ ചിക്കൻ്റെ ഓറഞ്ച് കളർ മെയിൻലി കൊടുക്കുന്നത് ഈ ഒരു തക്കാളിയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ അതിനോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, മെയിൻലി നമ്മൾ കശ്മീരി ചില്ലി എടുത്ത് കുറച്ചുകൂടെ കളർ കിട്ടും. അപ്പോൾ കശ്മീരി ചില്ലിയും കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ശേഷം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിനെ നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും കടായി അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഗ്രേവി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ഇതൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വരുമ്പോഴേക്കും 1, 2 പീസോ ബട്ടർ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഇത് കഴിഞ്ഞ് ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്കിനി ഇതിനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു മധുരവും ഒരു പുളിയൊക്കെ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കളർ കൊടുക്കുന്നത് നമ്മുടെ കശ്മീരി ചില്ലി നമ്മൾ ആഡ് ചെയ്ത ടൊമാറ്റോയും ആണ്. ഈ ഒരു മധുരമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. ഇനി ഇത് കുറച്ചും കൂടെ ഒരു മധുരം വരണം, നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഇത് വരണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മല്ലിയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത ശേഷം നമുക്കിത് എടുക്കാം. ഇതൊന്ന് ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പേര് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് നൈറ്റ് ഡിന്നറായിട്ട് എടുത്തേക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയും ആയിരുന്നു. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.